DAWF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന എംപ്ലോയ്മെന്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ ചെറുകിട തോട്ടം തൊഴിലാളി ബോർഡ് ചെയർമാൻ PS രാജൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷന് പകരം ആജീവനാന്ത അലവൻസ് മിനിമം 5000 രൂപ അനുവദിക്കുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, ആശ്വാസ് കിരണം പുനഃസ്ഥാപിക്കുക, എല്ലാ ഭിന്നശേഷിക്കാർക്കും ഇൻഷുറൻസ് നടപ്പിലാക്കുക, KSRTC പാസിനുള്ള വരുമാന പരിധി ഉയർത്തുക, എല്ലാ ഭിന്നശേഷി കുടുംബങ്ങൾക്കും സൗജന്യ റേഷൻ നടപ്പിലാക്കുക, സ്വകാര്യ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് അനുവദിച്ചിരിക്കുന്ന ദൂരപരിധി ഒഴിവാക്കുക, എല്ലാവിധ പാസിനും UDID കാർഡ് ഉപയോഗിക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന എംപ്ലോയ്മെന്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ചെറുകിട തോട്ടം തൊഴിലാളി ബോർഡ് ചെയർമാൻ PS രാജൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് റിലയൻസ് കമ്പനിക്ക് മാത്രം 1 ലക്ഷം കോടി രൂപയാണ് ലാഭം. നമ്മുടെ പെട്രോളിന്റെ 1 രൂപ കുറച്ചോ, നമ്മുടെ ഡീസലിന്റെ 1 രൂപ കുറച്ചോ, ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയണേ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കണ്ടേ, അന്തർദേശീയ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കുറവാണല്ലോ ഇപ്പം. എന്നിട്ടും പെട്രോളിന് വില കുറയ്ക്കുന്നില്ല, എന്നിട്ടും ഡീസലിന് വില കുറയ്ക്കുന്നില്ല, പൊതുമേഖലാ എണ്ണ കമ്പനിയും വില കുറയ്ക്കുന്നില്ല, അംബാനിയുടെ കമ്പനിയും വില കുറയ്ക്കുന്നില്ല. അപ്പൊ പിന്നെ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നരേന്ദ്രമോദിയും ഈ BJP ഗവൺമെന്റും ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഗവൺമെന്റ് അല്ല. ഈ ഗവൺമെന്റ് വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഗവൺമെന്റാണ്. DAWF ജില്ലാ പ്രസിഡന്റ് SK ശിവൻകുട്ടി, ജില്ലാ സെക്രട്ടറി TS ചാക്കോ, കട്ടപ്പന ഏരിയ രക്ഷാധികാരി ഫൈസൽ ജാഫർ, CPIM ഏരിയ സെക്രട്ടറി VR സജി, DAWF സംസ്ഥാന കമ്മിറ്റി അംഗം ശ്യാമ സുരേഷ്, കട്ടപ്പന ഏരിയ സെക്രട്ടറി സിബി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.